ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികളെ അന്വേഷിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് കനേഡിയൻ സർക്കാർ. പഠനാനുമതി നൽകുന്ന വിദ്യാർത്ഥികളിൽ വൈവിധ്യം കൊണ്ടുവരണമെന്ന് കാനഡ കുടിയേറ്റ അഭയാർത്ഥി പൗരത്വ മന്ത്രി മാർക്ക് മില്ലർ പറഞ്ഞു. സർവകലാശാലകളും കോളേജുകളും ഒന്നോ രണ്ടോ രാജ്യങ്ങളെ മാത്രമാണ് പരിഗണിക്കുന്നത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വിദ്യാർത്ഥികളുടെ വൈവിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഏറ്റവും മികച്ചവരും മിടുക്കരുമല്ല എന്നല്ല അതിനർത്ഥം. തീർച്ചയായും ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ ഒന്നായതിനാൽ ഇന്ത്യയിൽ നിന്ന് വിദ്യാർത്ഥികൾ വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുമെന്ന് മാർക്ക് മില്ലർ വ്യക്തമാക്കി. കൂടുതൽ രാജ്യങ്ങളിലേക്ക് പോയി വിദ്യാർത്ഥികളെ കണ്ടെത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ ആകർഷിക്കുന്നതിനായി പദ്ധതികൾ മാറ്റണമെന്നും, എന്നാൽ അതിന് അർത്ഥം ഇന്ത്യക്കാരെ ഒഴിവാക്കുക എന്നല്ല എന്നും അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള ചില വിദ്യാർത്ഥികൾ എപ്പോഴും ഉണ്ടാകുമെന്നും മില്ലർ പറഞ്ഞു വെക്കുന്നു. അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ ട്രംപിന്റെ ഭരണകൂടം ചെയ്യുന്നത് കാനഡ ചെയ്യില്ലെന്നും മില്ലർ എടുത്തു പറഞ്ഞു. എന്നാൽ അനധികൃതമായാണ് കുടിയേറ്റക്കാർ ഇവിടെ താമസിക്കുന്നത് എങ്കിൽ അവരെ പുറത്താക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബിരുദാനന്തര ബിരുദ വർക്ക് പെർമിറ്റുകൾ കാലഹരണപ്പെടുന്നവർക്ക് ഇത് ബാധകമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തിനായാണ് കാനഡയിലേക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ടെന്നും, സ്ഥിര താമസത്തിനോ കനേഡിയൻ പൗരത്വം നേടുന്നതിനോ ഇത് യാതൊരു ഉറപ്പും നൽകുന്നില്ല എന്നും മില്ലർ കൂട്ടിച്ചേർത്തു. PGWP കാലാവധി അവസാനിക്കുന്നതോടെ സ്ഥിര താമസ വിസകളിലേക്കോ മറ്റ് വിസകളിലേക്കോ മാറുന്നില്ലെങ്കിൽ 10,000 കണക്കിന് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഈ വർഷം ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് നഷ്ടപ്പെടും. ഒട്ടനവധി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് എന്നും ഇതിനർത്ഥം പലരും രാജ്യം വിടേണ്ടി വരുമെന്നുമാണ് മാർക്ക് മില്ലർ പറയുന്നത്. കാനഡയെ വലിയൊരു വിഭാഗ വിദ്യാർത്ഥികളും ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് അഥവാ OECD കഴിഞ്ഞ വർഷം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ കാനഡയിലെ വിദേശ വിദ്യാർത്ഥികളിൽ 40% ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് എന്ന് കണ്ടെത്തിയിരുന്നു. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ കുടിയേറ്റത്തിലെ ഈ കുതിച്ചുചാട്ടം 2019 മുതലാണ് കൂടുതൽ ശക്തമായത്.